നമസ്കാരം. എല്ലാവർക്കും എന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. വിധാനുഗ്രഹവും എല്ലാ കുടുംബത്തിനും ഉണ്ടാവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഓം നമോ ഭഗവതേ മൃത്യുഞ്ജയായ ദേവായ നീലകണ്ഠായ കാമിനേ ശംഭവേ ശശിശേഖരായ യോഗദായ സർവരോഗശാന്തിം കുരു കുരു ജുംസഹ ജുംസഹ മൃത്യുഞ്ജയായ നമഃ. ഓം നമോ ഭഗവതേ മൃത്യുഞ്ജയായ ദേവായ നീലകണ്ഠായ കാമിനേ ശംഭവേ ശശിശേഖരായ യോഗദായ സർവരോഗശാന്തിം കുരു കുരു ജുംസഹ ജുംസഹ മൃത്യുഞ്ജയായ നമഃ. ഓം നമോ ഭഗവതേ മൃത്യുഞ്ജയായ ദേവായ നീലകണ്ഠായ കാമിനേ ശംഭവേ ശശിശേഖരായ യോഗദായ സർവരോഗശാന്തിം കുരു കുരു ജുംസഹ ജുംസഹ മൃത്യുഞ്ജയായ നമഃ. ഓം നമോ ഭഗവതേ മൃത്യുഞ്ജയായ ദേവായ നീലകണ്ഠായ കാമിനേ ശംഭവേ ശശിശേഖരായ യോഗദായ സർവരോഗശാന്തിം കുരു കുരു ജുംസഹ ജുംസഹ മൃത്യുഞ്ജയായ നമഃ. ഓം നമോ ഭഗവതേ മൃത്യുഞ്ജയായ ദേവായ നീലകണ്ഠായ കാമിനേ ശംഭവേ ശശിശേഖരായ യോഗദായ സർവരോഗശാന്തിം കുരു കുരു ജുംസഹ ജുംസഹ മൃത്യുഞ്ജയായ നമഃ. ഓം നമോ ഭഗവതേ മൃത്യുഞ്ജയായ ദേവായ നീലകണ്ഠായ കാമിനേ ശംഭവേ ശശിശേഖരായ യോഗദായ സർവരോഗശാന്തിം കുരു കുരു ജുംസഹ ജുംസഹ മൃത്യുഞ്ജയായ നമഃ. ഓം നമോ ഭഗവതേ മൃത്യുഞ്ജയായ ദേവായ നീലകണ്ഠായ കാമിനേ ശംഭവേ ശശിശേഖരായ യോഗദായ സർവരോഗശാന്തിം കുരു കുരു ജുംസഹ ജുംസഹ മൃത്യുഞ്ജയായ നമഃ. ഓം നമോ ഭഗവതേ മൃത്യുഞ്ജയായ ദേവായ നീലകണ്ഠായ കാമിനേ ശംഭവേ ശശിശേഖരായ യോഗദായ സർവരോഗശാന്തിം കുരു കുരു ജുംസഹ ജുംസഹ മൃത്യുഞ്ജയായ നമഃ. ഓം നമോ ഭഗവതേ മൃത്യുഞ്ജയായ ദേവായ നീലകണ്ഠായ കാമിനേ ശംഭവേ ശശിശേഖരായ യോഗദായ സർവരോഗശാന്തിം കുരു കുരു ജുംസഹ ജുംസഹ മൃത്യുഞ്ജയായ നമഃ. ഓം നമോ ഭഗവതേ മൃത്യുഞ്ജയായ ദേവായ നീലകണ്ഠായ കാമിനേ ശംഭവേ ശശിശേഖരായ യോഗദായ സർവരോഗശാന്തിം കുരു കുരു ജുംസഹ ജുംസഹ മൃത്യുഞ്ജയായ നമഃ. ഓം നമോ ഭഗവതേ മൃത്യുഞ്ജയായ ദേവായ നീലകണ്ഠായ കാമിനേ ശംഭവേ ശശിശേഖരായ യോഗദായ സർവരോഗശാന്തിം കുരു കുരു
ജുംസഹ ജുംസഹ മൃത്യുഞ്ജയായ നമഃ. ഓം നമോ ഭഗവതേ മൃത്യുഞ്ജയായ ദേവായ നീലകണ്ഠായ കാമിനേ ശംഭവേ ശശിശേഖരായ യോഗദായ സർവരോഗശാന്തിം കുരു കുരു ജുംസഹ ജുംസഹ മൃത്യുഞ്ജയായ നമഃ. രോഗമോചനം നൽകുന്ന വളരെ ശ്രേഷ്ഠമായിട്ടുള്ള മഹാദേവന്റെ മന്ത്രമാണ്. മഹാദേവന്റെ മന്ത്രങ്ങളെല്ലാം വളരെ ശ്രേഷ്ഠമാണ്. ചൊല്ലുന്നതും അത് കേൾക്കുന്നതും ദൈവികമായിട്ടുള്ള കാര്യങ്ങൾ കേൾക്കുന്നത് പോലും വളരെ പുണ്യമാണ്. കേൾക്കാൻ ശ്രമിക്കുക. ജീവിതത്തിൽ വളരെയധികം വിഷമങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ എല്ലാവരും അനുഭവിക്കുന്നുണ്ടായിരിക്കും. എല്ലാത്തിനും നമുക്ക് മോചനവും സമാധാനവും സന്തോഷവും എല്ലാം നേടിത്തരുന്നത് ഭഗവാനോടുള്ള പ്രാർത്ഥനയെ മാത്രമാണ്. അതുകൊണ്ട് പ്രാർത്ഥന മുടങ്ങാതെ ഇരിക്കാൻ ശ്രദ്ധിക്കുക. എല്ലാവരും മഹാദേവനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് തന്നെ മന്ത്രങ്ങൾ ജപിക്കുക. എല്ലാവരുടെ കുടുംബത്തിനും ഐശ്വര്യവും സമാധാനം സന്തോഷം എല്ലാം ഉണ്ടാവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. നന്ദി, നമസ്കാരം.